ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈവനിങ് ഒരു അടിപൊളി സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഓണിയൻ റിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് ഒരു സ്നാക്സ് വേണമെന്ന് പറയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഈ സവോളയൊക്കെ നമുക്ക് ഈ ഒരു അളവിന് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എല്ലാ 2 സവോളയും നമ്മൾ ഇങ്ങനത്തെ ഒരളവിന് കട്ട് ചെയ്തെടുക്കുക. ഒരു റിങ്സിൻ്റെ ഒരളവിനാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഓരോ റിങ്സായിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ എല്ലാ ഒണിയൻ്റെയും റിങ്സ് നമുക്കിങ്ങനെ റിമൂവ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒരു ഇത്രയും ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടി വരുന്നത്. അടുത്ത് നമുക്ക് വേണ്ടത് ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂണാണ്, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ ഇതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം അളവ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. ഇഞ്ചിയുടേതല്ല, വെളുത്തുള്ളിയാണ്. അതൊരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റിങ്സ് ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടി കുറച്ചായിട്ട് വെള്ളം എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കുവാനുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ആവശ്യമായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലാന്നിരിക്കട്ടെ, അപ്പോൾ കുറച്ച് റസ്ക് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് ബ്രെഡിൻ്റെ പീസുകൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അത് പാനിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ഓരോ റിങ്സ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ആ മാവിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് നമ്മൾ നമ്മുടെ ബ്രെഡ് ക്രംസിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കവർ ചെയ്താൽ നന്നായിട്ട് അത് എല്ലാം നമ്മുടെ ആ ഓണിയനിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു ഇതിൽ നമ്മൾ എല്ലാ റിങ്സും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ട് വരാം. നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. ആ പാനിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം വന്നിട്ട് ലോയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. മീഡിയമിലും അല്ല, തീരെ ലോയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ റിങ്സുകളുണ്ടല്ലോ, ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടുള്ളത്, അത് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പ്രത്യേകം പറയുകയാണ്, ഫ്ലെയിം വന്നിട്ട് മീഡിയമിലും ഇടേണ്ട ആവശ്യമില്ല, നന്നായിട്ട് തീരെ ലോയിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. കാരണം നമുക്ക് ഇതിൻ്റെ ബ്രെഡ് ക്രംസൊക്കെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ ആ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഓണിയൻ റിങ്സ് പെട്ടെന്ന് തന്നെ തയ്യാറായിട്ടുണ്ട്. വെരി സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.